ആരും ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോയിന്റിലേക്ക് വന്നാൽ ഒരു ദിവസമാണ് സമരത്തിന് പ്രതിഷേധത്തിന് അനുമതി ഡൽഹി പോലീസ് നൽകിയിരിക്കുന്നത്. ഇത് നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ടോ? ഇപ്പോൾ ഒരു ദിവസം എന്നതിനപ്പുറത്തേക്ക് സമരം മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യമുണ്ടോ? ഇപ്പോൾ SFI അടക്കം വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇതിന്റെ ഭാഗമാകുന്ന സാഹചര്യത്തിൽ നിലവിൽ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാരവാഹികളൊക്കെ അറിയിച്ചിട്ടുള്ളത് സമരം വൈകിട്ടോടു കൂടി സമാപിക്കും. ഉച്ചയ്ക്ക് ശേഷം സോനം വാങ്ചുക്കിൻ്റെയും അതുപോലെ തന്നെ അഭിജിത് ദിപ്കയുടെയും ഒക്കെ പ്രസംഗം അവരുടെ ഇതിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും. ഈ പല ഇവിടെ എത്തിയിട്ടുള്ള വിദ്യാർത്ഥി സംഘടനാ നേതാക്കളും അതിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുമെന്നൊക്കെയാണ് അറിയിച്ചിട്ടുള്ളത്. പക്ഷേ ഈ 4 മണിക്ക് ശേഷം അല്ലെങ്കിൽ 5 മണിക്ക് ശേഷം ഡൽഹി പോലീസ് നൽകുന്ന സമയപരിധിക്ക് ശേഷം ഈ സമരം തുടരുമോ എന്നതാണ്, അല്ലെങ്കിൽ എന്തായിരിക്കും നടപടി എന്നതാണ് കാത്തിരുന്ന് കാണേണ്ടത്. നിലവിൽ പക്ഷേ ഈ സമരം നീണ്ടുപോകാനുള്ളൊരു സാധ്യതയൊന്നും ഈ ഭാരവാഹികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സമരവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ ഈ പ്രദേശത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ നിമിഷം കഴിയുന്തോറും ഈ സമരത്തിൽ അണിചേരുന്നവരുടെ എണ്ണം, അല്ലെങ്കിൽ ഈ ജന്തർ മന്ദറിൽ ഇത് കാണാൻ വരുന്നവരുടെയൊക്കെ എണ്ണം വളരെ കൂടുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് ഈ ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ വേണ്ടി പോകുന്നത് എന്ന കാര്യം നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. ഈ തുടക്കത്തിൽ വളരെ പെട്ടെന്നായിരുന്നു ഈ ആൾക്കൂട്ടം ഒത്തുകൂടിയതെന്ന് വേണം പറയേണ്ടത്. കാരണം 9 മണിക്ക് സമരം തുടങ്ങുമെന്ന് അറിയിച്ചിരുന്നു. 9 മണിക്ക് നമ്മൾ ഈ ജന്തർ മന്ദറിലേക്ക് നോക്കുമ്പോൾ കണ്ടിരുന്നത് ഏതാണ്ട് കാലിയായി കിടന്ന സ്ഥലമാണ്. പക്ഷേ പെട്ടെന്ന് ഒരു അരമണിക്കൂറിനുള്ളിൽ എവിടെ നിന്നൊക്കെയോ ആൾക്കാരെത്തി ഇത് ഈ ജന്തർ മന്ദർ നിറയുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് ഒരു മുക്കാൽ ഭാഗത്തോളം ജന്തർ മന്ദറിൻ്റെ മുക്കാൽ ഭാഗത്തോളം ഈ ജനങ്ങൾ ഉണ്ട്. അതിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരുണ്ട്, സമരക്കാരുണ്ട്, ബ്ലോഗർമാരുണ്ട്, ദേശീയ മാധ്യമങ്ങളുണ്ട്, അതുപോലെ തന്നെ നിരവധി പേർ ഇത് കാണാൻ വേണ്ടി വരുന്നവരുണ്ട്. അങ്ങനെ ഇതൊരു ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവിടെ പല പ്രാസംഗികരും അവരുടെ പ്രസംഗത്തിൻ്റെ, അതായത് ഈ അനൗൺസ് ചെയ്യുന്നവരൊക്കെ പറയുന്നത് ഇന്ത്യയുടെ ആദ്യത്തെ ജൻസി സമരം എന്നതാണ്. ആ ജൻസി സമരം കാണാൻ വേണ്ടി വരുന്ന നിരവധി പേരുണ്ട്. അങ്ങനെ ഈ സമരം നിലവിലൊരു ഹിറ്റായിക്കൊണ്ട് ഇരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഉച്ചയ്ക്ക് ശേഷം ഇതെങ്ങനെയായിരിക്കും ഇത് മുന്നോട്ട് പോവുക എന്നത് കാത്തിരുന്ന് കാണേണ്ടതാണ്. ഡൽഹിയിൽ ഇപ്പോൾ കനത്ത ചൂടാണ്. ആ ചൂടിനെ അവഗണിച്ചുകൊണ്ടാണ് ഇത്രയധികം പേർ ഈ ജന്തർ മന്ദറിലേക്ക് അണിനിരക്കാൻ വേണ്ടി എത്തുന്നത് എന്നതാണ് മറ്റൊരു യാഥാർത്ഥ്യം.